ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലൊരു രസം ഉണ്ടാക്കാൻ നോക്കിയാലോ. രസത്തിന് വേണ്ടി നമുക്ക് ആദ്യം അല്പം വാളംപുളി ചെറു ചൂടുവെള്ളത്തിലിട്ട് അത് കുതിരാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. അല്പം ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, തക്കാളി, കറിവേപ്പില എന്നിവയെല്ലാം എടുക്കാം. പിന്നെ നമുക്ക് ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഒരു കല്ലിലോ മിക്സിയിലോ നന്നായിട്ട് ചതച്ചെടുക്കാം. അത് ചതച്ച് മാറ്റിയതിന് ശേഷം കുരുമുളക് അതിലേക്കിട്ട് അതുകൂടി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണ്ട, എന്നാലും അത്യാവശ്യം പൊടിഞ്ഞ് എടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിന്നെ പുളിവെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. രസമെന്ന് പറയുന്നത് വീട്ടിലെല്ലാവർക്കും തന്നെ എല്ലാ വീടുകളിലും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അത് ഡൈജഷൻ ഏറ്റവും എളുപ്പമാക്കുന്ന ഒരു കറി കൂടെയാണ്. പിന്നെ ഉലുവ പൊട്ടി കടുക് മൂത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തക്കാളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി ഒരുമാതിരി വഴന്ന് വരുമ്പോൾ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയേ. അപ്പോഴേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ രസത്തിന് ചേർക്കുന്ന മസാലകൾ. നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ ഉള്ളിയുടെ അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എരിവിനൊന്നും പോകണ്ട, എന്നാൽ കുരുമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ബാക്കി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി വെള്ളം അതിലേക്ക് ചേർത്ത് അത് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഒത്തിരി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ എല്ലാം കയറി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായവും രസത്തിനകത്ത് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് ഇതായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പുളി ഒട്ടും കുറയാത്ത രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. പിന്നെ വെള്ളം ചേർക്കുന്നതനുസരിച്ച് ആ പുളിയും എല്ലാം ബാലൻസ് ആകുന്നതിന് ആവശ്യത്തിന് വെള്ളവും കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അല്പം മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ഇടുന്നത് രസത്തിന് നല്ലൊരു ഫ്ലേവർ നൽകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള രസമല്ലേ. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കണം ഈ രീതിയിലൊന്ന് രസം. എന്നിട്ട്